Hi YouTube. ഈ എപ്പിസോഡിൽ നമുക്ക് മെമ്മറിയുടെ ഒരു ഡിഫറൻസിയേഷൻ പഠിക്കാം. അതായത് വിർച്വൽ മെമ്മറി എന്താ, സ്റ്റാക്ക് മെമ്മറി എന്താ, ഹീപ്പ് മെമ്മറി എന്താ എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിർച്വൽ മെമ്മറി എന്താന്ന് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ മെമ്മറി അസൈൻ ആവുന്നത് റാമിനകത്താണ്. റാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വേണ്ടി റാമിനകത്ത് കുറച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തരും. അതായത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മെമ്മറി. ഇപ്പോൾ ഞാൻ ഇൻറ്റിജർ a=b=, അങ്ങനെ ഓരോ ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ട് വേരിയബിൾസ് അങ്ങനെ ഓരോന്നിനും വേണ്ടി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ സ്ലോട്ട് തരും. ആ സ്ലോട്ടിനകത്ത് നമുക്ക് എത്ര മെമ്മറി വേണേലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സ്ലോട്ടിന് പറയുന്ന പേരാണ് വിർച്വൽ മെമ്മറി. ഓക്കെ, അപ്പൊ ഈ വിർച്വൽ മെമ്മറി നമ്മുടെ ഓരോ പ്രോഗ്രാമിനും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാമിനകത്ത് അസൈൻ ചെയ്തു തരുന്ന മെമ്മറിയാണ്. അതിനാണ് ഈ വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പലതരം പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റേതായിട്ടുള്ള വിർച്വൽ മെമ്മറി അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോയിൽ റൺ ചെയ്യുമ്പോൾ നമ്മൾ പല വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമല്ലോ, ഇൻറ്റിജർ a, ഫ്ലോട്ട് b, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റാമിനകത്ത് നമുക്ക് ഒരു സ്ലോട്ട് ക്രിയേറ്റ് ആവും. ആ സ്ലോട്ടിനകത്ത് നമ്മുടെ ഓരോ വേരിയബിളിനും ഒരു ലൊക്കേഷൻ, അഡ്രസ് ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സ്ലോട്ടിന് പറയുന്നതാണ് വിർച്വൽ മെമ്മറി. ഇനി വിർച്വൽ മെമ്മറിക്കകത്ത് തന്നെ നമുക്ക് 3 തരം മെമ്മറി ഉണ്ട്: ഗ്ലോബലും, സ്റ്റാക്കും, അതുപോലെ ഹീപ്പ് മെമ്മറിയും. ഓക്കെ, ആദ്യം തന്നെ നമ്മൾക്കറിയാം, നമ്മൾ ഇങ്ങനെ ചുമ്മാ ഡിക്ലെയർ ചെയ്യില്ലേ, ഇൻറ്റിജർ a അല്ലെങ്കിൽ ഫ്ലോട്ട് b എന്നൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന മെമ്മറിന്ന് പറയുന്നതാണ് സ്റ്റാക്ക് മെമ്മറി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 മെമ്മറികൾ ആക്ച്വലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലൈഫ് ടൈം വെച്ചാൽ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് മെയിനായിട്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിൻ്റെ ലൈഫ് ടൈം ആക്ച്വലി അതിൻ്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്തിരിക്കും. അതായത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കേർലി ബ്രേസസിനകത്തുള്ളതാണ് ഈ വേരിയബിളിന്റെ സ്കോപ്പ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഇഫ് കണ്ടീഷൻ എഴുതുക. ഇഫ് ട്രൂ ആണെങ്കിൽ ഞാൻ ഒരു സ്കോപ്പ് ഇട്ടു. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഇൻറ്റിജർ b=8. ഓക്കെ, അപ്പൊ ഈ b എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഇനി ഈ സ്കോപ്പിന്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് ഈ സ്കോപ്പിനകത്താണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്റ്റാക്ക് വേരിയബിൾ ആണ്. അത് ഈ സ്കോപ്പ് ഇവിടെ എൻഡ് ആകുമ്പോൾ ആ b എന്ന് പറഞ്ഞ വേരിയബിൾ ഡിലീറ്റ് ആകും. അപ്പൊ അതിനാണ് സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഇതുവരെ പഠിച്ചതെല്ലാം സ്റ്റാക്ക് വേരിയബിൾസും സ്റ്റാക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾസ് ആയിരുന്നു. ഇനി നമുക്കൊരു വേറെ തരം വേരിയബിൾ ഉണ്ട്, അതാണ് ഗ്ലോബൽ വേരിയബിൾ. ഇപ്പം ഞാൻ ഗ്ലോബൽ ആയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഇൻറ്റിജർ c=88 എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഗ്ലോബൽ വേരിയബിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം എനിക്ക് ഇവിടെയും ഡയറക്റ്റ്ലി ഉപയോഗിക്കാം. അപ്പം ഞാനിത് റൺ ചെയ്താൽ നമുക്കറിയാം എൻ്റെ ഔട്ട്പുട്ട് 88 എന്ന് വരും. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ഉണ്ട്, void print me. ഇതിനകത്തും എനിക്ക് വേണമെങ്കിൽ ഈ c പ്രിന്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ print me ഇവിടെ കോൾ ചെയ്യുക. ഞാനിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം 88 എന്ന് പ്രിന്റ് ആവുന്നത്. അതാണ് ഈ ഗ്ലോബൽ വേരിയബിൾസിന്റെ പ്രത്യേകത. നമുക്കത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ഗ്ലോബൽ വേരിയബിളിന് വേണമെങ്കിൽ നമുക്ക് സെയിം നെയിം തന്നെ ആവാം. അതായത് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഇവിടെ ഞാൻ a എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് സെയിം a തന്നെ എനിക്ക് വേണമെങ്കിൽ നെയിം ഇടാം ഗ്ലോബൽ വേരിയബിളിന്. എന്നിട്ട് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ a ആണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പ്രിന്റ് മീ ഡിലീറ്റ് ആക്കി, എന്നിട്ട് ഞാൻ ഈ a ഇവിടെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലോക്കൽ ആയിട്ടുള്ള ഈ വേരിയബിളിന് ഞാനൊരു 12 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തു. അപ്പോൾ ഏതിൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്? നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്താൽ നമുക്കിവിടെ കാണാം 12ന്റെ വാല്യൂ ആണ് പ്രിന്റ് ആയത്. അതായത് നമ്മളിവിടെ സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്ത വേരിയബിൾ ആണ് ആക്ച്വലി പ്രിന്റ് ആയത്. അപ്പോൾ എനിക്ക് ഈ ഗ്ലോബൽ വേരിയബിൾ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇത് സെയിം നെയിം ഉള്ള കേസിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡിഫറെന്റ് നെയിം ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് സെയിം നെയിം ആകുമ്പോൾ നമുക്ക് ഗ്ലോബൽ വേരിയബിൾ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അതായത് നമുക്കറിയാം 2 കോളൻ ഇടുക. 2 കോളൻ ഇട്ടിട്ട് ഞാനിത് റൺ ചെയ്താലോ നമ്മളിവിടെ 88 എന്ന് പറഞ്ഞ ഗ്ലോബലിന്റെ വാല്യൂ ആണ് റിട്രീവ് ആയത്. സോ ഇതൊരു ഫോർമാറ്റ് ആണ്. യൂഷ്വലി നമ്മുടെ പ്രോഗ്രാമിൽ ഗ്ലോബൽ വേരിയബിൾസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വേരിയബിൾസിന്റെ ലൈഫ് ടൈം എപ്പോഴും നമ്മുടെ പ്രോഗ്രാമിന്റെ ലൈഫ് ടൈം ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഗ്ലോബൽ വേരിയബിൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. സ്കോപ്പ് ഇല്ലാണ്ട് ഏത് സ്കോപ്പിനകത്തും നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫ് ടൈമും നമ്മുടെ പ്രോഗ്രാമിന്റെ ലൈഫ് ടൈം പോലെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലോബൽ വേരിയബിൾ ജസ്റ്റ് 1 ടൈം യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കിത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മാക്സിമം ഗ്ലോബൽ വേരിയബിൾസ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. കാരണം അതിന്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ പ്രോഗ്രാം റൺ ചെയ്യുന്നവരെ ഉണ്ടാവും.
നമ്മൾ ഇതുവരെ സ്റ്റാക്ക് മെമ്മറിയാണ് പഠിച്ചതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് മെമ്മറി ഉണ്ട്, അതാണ് ഹീപ്പ് മെമ്മറി. ഹീപ്പ് മെമ്മറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പോയിന്റർ വെച്ചാണ് നമ്മളത് അലോക്കേറ്റ് ചെയ്യണത്. ഇപ്പം നമ്മളിവിടെ കണ്ടു ഇൻറ്റിജർ a = 12 എന്ന് നമ്മൾ ഇത് അലോക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാക്കിലാണ്. ഹീപ്പ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പോയിന്റർ ആയിരിക്കും. അപ്പം ഞാനൊരു ഇൻറ്റിജർ പോയിന്റർ p = new എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കും. ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരു ഇൻറ്റിജർ പോയിന്റർ p ഉണ്ടാക്കി അതിനകത്ത് വാല്യൂ 5 അസൈൻ ചെയ്തു. ഇവിടെ പക്ഷെ നമുക്കറിയാം ഒരു പുതിയ കീവേഡ് ന്യൂ എന്ന് പറഞ്ഞ കീവേഡാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ ന്യൂ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിർച്വൽ മെമ്മറിക്കകത്ത് തന്നെ സ്റ്റാക്ക് മെമ്മറി ഉണ്ട്, ഹീപ്പ് മെമ്മറി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഹീപ്പ് മെമ്മറിക്കകത്ത് നമുക്കൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഞാനത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഇത് വിർച്വൽ മെമ്മറിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ റാമിനകത്ത് ഒരു വിർച്വൽ മെമ്മറി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നമുക്ക് പ്രോഗ്രാമിന് അലോക്കേറ്റ് ചെയ്തതെന്ന് വിർച്വൽ മെമ്മറിയാണ്. അപ്പോൾ ഈ വിർച്വൽ മെമ്മറിക്കകത്ത് തന്നെ നമുക്ക് ഗ്ലോബൽ വേരിയബിൾസിന് വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷനും ഉണ്ടാവും, അതുപോലെ സ്റ്റാക്ക് വേരിയബിൾസിന് വേണ്ടി മെമ്മറി ലൊക്കേഷനും ഉണ്ടാവും, അതുപോലെ ഹീപ്പ് വേരിയബിൾസിന് വേണ്ടിയും നമുക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കോപ്പിൻ്റെ ലൈഫ് ടൈം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലൈഫ് ടൈം. പക്ഷേ ഹീപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാനുവലിയാണ് യൂഷ്വലി ഡിലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻറ്റിജർ പോയിന്റർ എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ p എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇവിടെ പോയിന്റർ ഡിക്ലെയർ ആവും. ഈ പോയിന്ററിനകത്ത് നമുക്കറിയാം അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യണതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ FA2 എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ ഹീപ്പ് മെമ്മറി അലോക്കേറ്റ് ചെയ്തത്. നമുക്കറിയാം ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻറ്റിജർ മെമ്മറി അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിട്ടുള്ള ഒരു അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ ഈ പോയിന്ററിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് ഇതിനകത്തായിരിക്കും നമ്മുടെ വാല്യൂ ഉണ്ടാവുക, 5 എന്ന് പറഞ്ഞ വാല്യൂ. എനിക്ക് p നമുക്കറിയാം പ്രിന്റ് ചെയ്യണം എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് cout. എനിക്ക് ഇതിനകത്ത് വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡീറെഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഞാൻ ഇത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം 5 എന്ന് പ്രിന്റ് ആയത്. ഓക്കെ, ഇനി ഇതിന്റെ മെമ്മറി എങ്ങനെ ഡിലീറ്റ് ആക്കണേ, അതിനുവേണ്ടി നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. അപ്പോൾ ഡിലീറ്റ് p എന്ന് കൊടുത്താൽ ആ പിനകത്തുള്ള അഡ്രസ് ലൊക്കേഷൻ ഉണ്ടല്ലോ, പിനകത്ത് ഒരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ അഡ്രസ് ലൊക്കേഷനിലുള്ള മെമ്മറി ഡിലീറ്റ് ആക്കും. അതാണ് ഈ ഡിലീറ്റ് p എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് ഹീപ്പ് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഈ ഹീപ്പ് മെമ്മറി അലോക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റാക്കിൻ്റെ പുറത്തേക്കും അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷനകത്തേക്കൊക്കെ പാസ് ചെയ്ത്, ഇപ്പം എനിക്ക് ഇതിവിടെ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നില്ല, എനിക്കൊരു വേറെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്ത് അവിടെ വെച്ചൊക്കെ ഡിലീറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെയും കൺട്രോൾ ഉണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ. ബട്ട് മാക്സിമം നമ്മുടെ പ്രോഗ്രാമിൽ സ്റ്റാക്ക് മെമ്മറി യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് സ്റ്റാക്ക് മെമ്മറി ആണ് എപ്പോഴും ഹൈ പെർഫോമൻസ്. ബിക്കോസ് ഹീപ്പ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂ കീവേഡ് ഉപയോഗിക്കുമ്പോൾ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് റിക്വസ്റ്റ് ചെയ്യണം, ഓക്കെ എനിക്കൊരു ഇത്ര മെമ്മറി വേണം, അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പെട്ടെന്നൊരു അഡ്രസ് ലൊക്കേഷൻ കിട്ടും, അത് ഈസിയാണ് യൂസ് ചെയ്യാൻ, അതുകൊണ്ട് പെർഫോമൻറ്റും ആയിരിക്കും. ഇതാണ് ബേസിക് ഡിഫറൻസ് ഗ്ലോബലും സ്റ്റാക്കും ഹീപ്പ് മെമ്മറിയും തമ്മിലുള്ള. അപ്പോൾ നമ്മൾ ഈ സ്റ്റാക്ക് വേരിയബിൾസ് ഒക്കെ യൂഷ്വലി നമ്മൾ ഈ സ്ട്രക്ചർ ക്ലാസ് അതിനകത്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ക്ലാസ് എഴുതുവാണ്. ഓക്കെ, ഞാൻ ഒരു പബ്ലിക് വേരിയബിൾ കൊടുക്കുന്നു, സ്റ്റുഡൻറ്റ് കൺസ്ട്രക്ടർ ഇടുന്നു. സ്റ്റുഡൻറ്റ് കൺസ്ട്രക്ടറിനകത്ത് ഞാൻ ലെറ്റ്സ് ന്യൂ a, ഫ്ലോട്ട് ന്യൂ b എന്ന് പറഞ്ഞ് ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വാല്യൂസ് കൊടുത്തു. ന്യൂ a ഓഫ് ന്യൂ a അതുപോലെ b ഓഫ് ന്യൂ b. ഇനി ഇതിനകത്ത് നമുക്ക് പ്രൈവറ്റ് സെക്ഷനിൽ ഇൻറ്റിജർ a ഫ്ലോട്ട് b. അപ്പം ഇങ്ങനെ ഞാനൊരു ക്ലാസ് കൊടുത്തു. അപ്പോൾ നമുക്കിനി ക്ലാസ്സും ഹീപ്പിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. നമ്മൾ ഇതുവരെ കണ്ടത് നമ്മൾ സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് സാക്ക് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്കറിയാം നമുക്ക് സ്റ്റാക്കിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഡയറക്റ്റ്ലി നമ്മുടെ കൺസ്ട്രക്ടർ വെച്ച് വാല്യൂസ് പാസ് ചെയ്യും. 5,7.f എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് സ്റ്റാക്ക് അലോക്കേറ്റഡ് ആണ്. അപ്പം ഞാനിവിടെ ലെറ്റ്സ് ഒരു empty സ്കോപ്പ് ഉണ്ടാക്കുക. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സിംപ്ലി ഓപ്പൺ കർലി ബ്രേസും ക്ലോസ് കർലി ബ്രേസും കൊടുക്കുന്നതിനാണ് empty സ്കോപ്പിംഗ് എന്ന് പറയുന്നത്. empty സ്കോപ്പിംഗ്. അപ്പം ഞാൻ ഈ empty സ്കോപ്പിങ്ങിനകത്ത് ലെറ്റ്സ് ഈ ഒരു സ്റ്റാക്ക് അലോക്കേറ്റഡ് ക്ലാസ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമുക്കറിയാം നമുക്കിത് പുറത്ത് ആക്സസ് ഇല്ല. ഞാനിവിടെ സാക്ക് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഐഡന്റിഫയർ സാക്ക് ഈസ് അൺഡിഫൈൻഡ്. ബിക്കോസ് അത് ക്രിയേറ്റ് ചെയ്തേക്കണേ ഈ സ്കോപ്പിനകത്താണ്, അതുകൊണ്ട് തന്നെ ആക്സസ് ഇല്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇത് ഹീപ്പിൽ ഇനി എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് സാക്ക് ഈക്വൽസ് ടു ന്യൂ സ്റ്റുഡൻറ്റ്
എന്ന് പറഞ്ഞ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വാല്യൂസ് പാസ് ചെയ്യണം 2,5.f. ഇവിടെ നോക്കിയേ, നമുക്ക് ഇപ്പൊ ആക്ച്വലി ഒരു എറർ ത്രോ ചെയ്യുക. എന്താണ് ത്രോ ചെയ്യണത്? നോ സൂട്ടബിൾ കൺസ്ട്രക്ടർ എക്സിസ്റ്റ് ടു കൺവേർട്ട് സ്റ്റുഡന്റ് പോയിന്റർ ടു സ്റ്റുഡന്റ്. നമ്മളിവിടെ നോക്കിയേ, പോയിന്റർ ആയിട്ടല്ല ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഈ ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് എന്താ റിട്ടേൺ ചെയ്യണേ? ഒരു പോയിന്റർ ആണ്. കാരണം അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറയും, എനിക്ക് ഇത്രയും സ്റ്റുഡൻറ് അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെമ്മറി വേണം. അത് അലോക്കേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യാനാണ് ഈ ന്യൂ കീവേഡ് പറയുന്നത്. അപ്പോൾ നമുക്കിത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ എന്താ വേണ്ടത്? ഒരു പോയിന്റർ ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റർ എടുക്കുക. നമുക്കപ്പോൾ ഇവിടെ ആക്സസ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ സാക്കിന്റെ വേരിയബിൾ ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ സാക്കിന്റെ വേരിയബിൾ നമ്മൾ പോയിന്ററിൽ എങ്ങനെയായിരിക്കും ആക്സസ് ചെയ്യണം? നമുക്കറിയാം, അതിന് നമ്മൾ ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഓക്കെ, ഡീറെഫറൻസ് ചെയ്തിട്ട് നമ്മൾ ഡോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സോറി, ഞാൻ ഇവിടെ ഒരു ഇത് പ്രൈവറ്റ് ആണ് കൊടുത്താണ്. ഞാനിത് ലെറ്റ്സ് പ്രൈവറ്റ് റിമൂവ് ചെയ്തു. ഇനി നമ്മൾ ഡോട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ആക്സസ് ഉണ്ട് ഡോട്ട് എ എന്നുള്ളത്. ഞാൻ ഇത് പ്രിന്റ് ചെയ്യുകയാണ്, സ്റ്റാൻഡേർഡ് സി ഔട്ട് സ്റ്റാക്ക് ഡോട്ട് എ. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം. 2 എന്ന് നമ്മൾ കൊടുത്ത വാല്യൂ പ്രിന്റ് അയക്കുന്നത് കാണാം, റൈറ്റ്? അപ്പോൾ ആക്ച്വലി നമ്മളിത് പോയിന്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ സ്ട്രക്ചറിനകത്ത് നമുക്ക് പോയിന്റേഴ്സ് ആക്സസ് ചെയ്യാൻ ഡീറെഫറൻസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് വേറൊരു ഓപ്പറേറ്റർ ഉണ്ട്. അതാണ് ആരോ ഓപ്പറേറ്റർ. നമ്മളത് ഇതുവരെ യൂസ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹീപ്പ് മെമ്മറി ഇപ്പോഴാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുവരെ യൂസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ആസ്ട്രിക് സിമ്പിൾ ഇട്ട് ഡീറെഫറൻസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ആരോ ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹൈഫൺ ഇട്ടിട്ട് റൈറ്റ് ആംഗുലർ സിമ്പിൾ ഇടുക. റൈറ്റ് ആംഗുലർ സിമ്പിൾ ഇടുമ്പോൾ അത് ആരോ ഓപ്പറേറ്റർ ആവും. സോ ഇങ്ങനെ നമുക്ക് പോയിന്ററിനകത്ത് പോയിന്റർ വെച്ച് നമുക്ക് ക്ലാസ് വേരിയബിൾസ് ആക്സസ് ചെയ്യാം. ക്ലാസ്സിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഇപ്പം ഞാനിത് റൺ ചെയ്താൽ നമ്മുടെ ഔട്ട്പുട്ട് 2 കിട്ടി. അപ്പോൾ അതുപോലെ എനിക്ക് ബിയും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിയും ഞാൻ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് സാക്ക് ആരോ ബി എന്ന് പ്രിന്റ് ചെയ്യാം. പക്ഷെ ലെറ്റ്സ് സേ ഇത് ന്യൂ കീവേഡ് വെച്ചല്ല ഞാൻ അലോക്കേറ്റ് ചെയ്തേ എങ്കിൽ എനിക്ക് ഈ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? നമ്മുടെ ഡോട്ട് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഹീപ്പ് മെമ്മറി തന്നെ അലോക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹീപ്പ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മളത് മാനുവലി ഡിലീറ്റ് ചെയ്യാനും മറക്കല്ല്. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മെമ്മറി ഓൾറെഡി അലോക്കേറ്റഡ് ആയിരിക്കും. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലൈഫ് ടൈം വരെ അതിൻ്റെ മെമ്മറി നിൽക്കും. അപ്പോൾ അതൊരു ഗ്ലോബൽ വേരിയബിൾ പോലെയാവും. സോ അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറി നമ്മൾ ആക്ച്വലി ഡിലീറ്റും ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ ഞാനിവിടെ ഡിലീറ്റ് സാക്ക് എന്ന് കൊടുക്കണം. എങ്കിലേ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് റൺ ആവുള്ളൂ. നമുക്കിത് വേറൊരു രീതിയിലും ഇത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും മെമ്മറി. ഈ ന്യൂ കീവേഡ് യൂഷ്വലി C++ സ്റ്റൈൽ സിൻടാക്സ് ആണ്. ഈ ന്യൂ കീവേഡ് അല്ലാണ്ട് നമുക്ക് malloc എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് C സ്റ്റൈൽ അലോക്കേഷൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ malloc വെച്ച് എങ്ങനെയാ അലോക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ malloc-നകത്ത് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്യേണ്ട മെമ്മറിയുടെ സൈസ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൈസ് ഓഫ് നമ്മുടെ സ്റ്റുഡൻറ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ malloc ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് ഹോവർ ചെയ്താൽ നമുക്ക് കാണാം ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു വോയിഡ് പോയിന്റർ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് സ്റ്റുഡന്റ് പോയിന്റർ ആണ്. അപ്പോൾ malloc എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യണുള്ളൂ. എത്ര മെമ്മറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റർ അനുസരിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അതിനറിയില്ല ഏത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യണേ, ഏത് ഡാറ്റ ടൈപ്പിനെ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പഠിച്ചു ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ വോയിഡ് റിട്ടേൺ ടൈപ്പ് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റുഡന്റ് പോയിന്റർ ആയിട്ട്. അപ്പോൾ ഇതിവിടെ അലോക്കേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ =9 എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ എ പ്രിന്റ് ചെയ്യണം. ഇനി ഞാനിത് റൺ ചെയ്താലോ, നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ malloc വെച്ച് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡിലീറ്റ് കീവേഡ് അല്ല ഉപയോഗിക്കേണ്ടത്. പകരം C സ്റ്റൈൽ ഫംഗ്ഷൻ ആയ ഫ്രീ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഫ്രീ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്ത് റൺ ചെയ്യുക. നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ നമുക്കൊരു വാർണിംഗ് കാണാം, ഡീറെഫറൻസിങ് നൾ പോയിന്റർ സാക്ക്. അപ്പോൾ ഈ സാക്ക് ഒരു നൾ പോയിന്റർ ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അത് വാർണിംഗ് തന്നെ. അപ്പോൾ അത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഫ് നോട്ട് സാക്ക് എന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇഫ് നോട്ട് സാക്ക് ആണെങ്കിൽ റിട്ടേൺ 1 എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ഗാർഡ് ഇടാം. ഇങ്ങനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നൾ പോയിന്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണതിനൊക്കെയാണ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് നമുക്കിവിടെ വാർണിംഗ് പോയതും കാണാം. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ കീവേഡ് ആണ്. ബിക്കോസ് കുറച്ചുകൂടെ ഈസി സിൻടാക്സും ആണ്, നമുക്ക് പെട്ടെന്ന് എഴുതാനും പറ്റുന്ന ഒരു സിൻടാക്സ് ആണ്. ഓക്കെ, പക്ഷെ അതുപോലെ തന്നെ ന്യൂ അല്ലാണ്ട് നമ്മുടെ
ലേറ്റസ്റ്റ് C++ൽ നമുക്ക് യുണീക്ക് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ പോയിന്റർ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ പോയിന്റർ വെച്ചും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യുണീക്ക് പോയിന്റർ, സ്മാർട്ട് പോയിന്റേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ശരിയാ, സ്മാർട്ട് ബോയ്സ് ഉള്ള പേര് മാറണം, ഒരുമാതിരി തൊട്ടി പേരല്ലേ. സോ ഈ സ്റ്റാക്കും ഹീപ്പും വെച്ച് ഞാൻ വേറൊരു എക്സാമ്പിളോടെ കാണിക്കാം. അതായത് ഈ സ്റ്റാക്ക് വെച്ച് എങ്ങനെ ഒരു ഹീപ്പ് മെമ്മറി മാനേജ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിക്കാം. നമുക്കറിയാം ഇവിടെ കൺസ്ട്രക്ടർ ഉണ്ടെന്ന്. ഞാൻ ഇവിടെ ഇതിൽ ഒരു മെമ്പർ വേരിയബിൾ ഞാൻ ഒരു പോയിന്റർ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എ പോയിന്റർ ആക്കി. ഞാൻ ഇവിടെ കൺസ്ട്രക്ടറിൽ നിന്ന് ഈ ന്യൂ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിലീറ്റ് ആക്കി, പാരാമീറ്റർ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റിജർ അറേ ഓഫ് 10. പക്ഷേ ഇവിടെ നോക്കി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂ കീവേഡ് വെച്ചാണ്. അപ്പോൾ എന്തായിരിക്കും ഈ എ പോയിന്ററിലേക്ക് അസൈൻ ആവുന്നത്? ഒരു ഇൻറ്റിജർ അറേ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും നമ്മുടെ ഈ പോയിന്ററിലേക്ക് അസൈൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡയറക്റ്റ് എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അറേയാണ്. അപ്പം നമുക്ക് ഈ എയിനകത്തിട്ട് വാല്യൂ അസൈൻ ചെയ്യണം എങ്ങനെയാണ്? നമ്മളൊരു സാധാ ഫോർ ലൂപ്പ് വെച്ച് അസൈൻ ചെയ്യുക. അപ്പം നമ്മൾ ഫോർ ഇൻറ്റ് i ഈക്വൽസ് ടു 0 നമുക്കറിയാം അത് 10 ആണ്. അപ്പോൾ i ലെസ് ദാൻ 10 പ്ലസ് പ്ലസ് i ഞാൻ ഒരു 4 വെച്ച് അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ സാക് a ഓഫ് i ഈക്വൽസ് ടു ഫോർ എക്സാമ്പിൾ ഞാൻ മൾട്ടിപ്പിൾ ഓഫ് 2 വെച്ചാണ് ഇത് അസൈൻ ചെയ്യുന്നത്, വാല്യൂസ് അസൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ പാരാമീറ്റർ ഡിലീറ്റ് ആക്കുന്നു. അപ്പം നമുക്കിനി ഇത് പ്രിന്റ് ചെയ്യാം. ഫോർ ഇൻറ്റിജർ i ഞാൻ ഇതേ ഫോർ ലൂപ്പ് തന്നെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ പ്രിന്റ് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് സി ഔട്ട് സാക് a ഓഫ് i സ്റ്റാൻഡേർഡ് n ലൈൻ. ഓക്കെ, നമുക്കിനി ഇത് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം 0 to 18 അങ്ങനെ പ്രിന്റ് ആയത്. നമ്മുടെ 10 മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഈ ഇൻറ്റിജർ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹീപ്പ് അലോക്കേറ്റഡ് മെമ്മറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഹീപ്പ് അലോക്കേറ്റഡ് മെമ്മറീസ് എപ്പോഴും നമ്മൾ ഡിലീറ്റ് ആക്കണമെന്ന്. നമുക്കിത് ആക്ച്വലി ഈ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാക്ക് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു empty സ്കോപ്പ് ഇടുന്നു. empty സ്കോപ്പ് ഇട്ടിട്ട് ഞാൻ ഈ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഈ വേരിയബിൾ അല്ലെങ്കിൽ ഞാൻ ഈ മൊത്തം ഫംഗ്ഷൻ ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഈ empty സ്കോപ്പിനകത്ത് ഡിലീറ്റും കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, empty സ്കോപ്പിനകത്ത് ഞാൻ പേസ്റ്റ് ചെയ്തു. ഞാൻ ഇവിടെ ഇതിന്റെ പോയിന്റർ മാറ്റുന്നു. ഓക്കെ, പോയിന്റർ മാറ്റി ഇത് സ്റ്റാക്ക് അലോക്കേറ്റഡ് വേരിയബിൾ ആക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് അലോക്കേറ്റഡ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആരോ ഓപ്പറേറ്റർ അല്ല, പകരം ഡോട്ട് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിലീറ്റും വേണ്ട. അപ്പോൾ ഈ സ്റ്റാക്ക് അലോക്കേറ്റഡ് ഓപ്പറേറ്ററിനകത്ത് പക്ഷെ നമ്മളൊരു ഹീപ്പ് അലോക്കേറ്റഡ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ കൺസ്ട്രക്ടറിനകത്ത് ലെറ്റ്സ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇടുന്നു, കൺസ്ട്രക്ടർ കോൾഡ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു. ഇനി നമുക്കിത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം കൺസ്ട്രക്ടർ കോൾഡ് എന്നിട്ടാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ വെച്ച് നമ്മുടെ കൺസ്ട്രക്ടർ കോൾ ചെയ്യും, പിന്നെ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് വാല്യൂസ് പ്രിന്റ് ചെയ്യും, റൈറ്റ്? പക്ഷേ ഇവിടെ നമ്മൾ ഹീപ്പ് അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമ്മൾ ഡിലീറ്റ് ആക്കുന്നില്ല. അപ്പോൾ അത് ഡിലീറ്റ് ആക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യേണ്ടി വരും, റൈറ്റ്? ഡിലീറ്റ് സാക് ഡോട്ട് എ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരും, റൈറ്റ്? അന്നേരം മാത്രമാണ് നമുക്ക് ഹീപ്പ് മെമ്മറി ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ അറേയാണ് ഇനിഷ്യലൈസ് ചെയ്തത്. ഈ അറേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഡിലീറ്റ് എന്ന് പറഞ്ഞ കീവേഡ് അല്ല ഉപയോഗിക്കേണ്ടത്, ഡിലീറ്റ് അറേ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. അപ്പോൾ ഈ കീവേഡാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം, അപ്പോൾ ഇത് നമ്മൾ മാനുവലി ഡിലീറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ ക്ലാസിന്റെ മെമ്പർ വേരിയബിൾസിന് നമ്മൾ യൂഷ്വലി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഡിസ്ട്രക്ടർ നമ്മൾ പഠിച്ചു. നമ്മൾ ഇതുവരെ ഡിസ്ട്രക്ടർ ഒരു ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്തില്ല, അത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ ഈ ഡിസ്ട്രക്ടറിനകത്തും ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുന്നു, ഡിസ്ട്രക്ടർ കോൾഡ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുന്നു. എന്നിട്ട് ഈ ഡിസ്ട്രക്ടറിനകത്ത് എനിക്ക് ഡിലീറ്റ് എ എന്ന് കൊടുക്കാം, ഡിലീറ്റ് അറേ ഓഫ് എ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പൊ നോക്കിയേ, നമ്മൾ ഈ ക്ലാസ്സിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് വെച്ച് തന്നെ ഹാൻഡിൽ ചെയ്യുകയാണ്. ഇവിടെ വെച്ച് തന്നെ ക്രിയേറ്റും ചെയ്യുന്നു, കൺസ്ട്രക്ടറിൽ നമ്മൾ ക്രിയേറ്റും ചെയ്യുന്നു, ഡിസ്ട്രക്ടറിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ മാനുവലി ഡിലീറ്റ് കോൾ ചെയ്യണ്ട. എന്നിട്ട് നമ്മുടെ ഈ സാധാ ക്ലാസ് നമുക്ക് സ്റ്റാക്ക് പോലെ അലോക്കേറ്റ് ചെയ്യാം. ഈ സ്കോപ്പ് എൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് സ്റ്റാക്ക് വേരിയബിൾ ആയതുകൊണ്ട് ഇത് ഡിലീറ്റ് ആവും. അപ്പോൾ ഇത് ഡിലീറ്റ് ആവുമ്പോൾ എന്താ പറ്റണേ? ഈ ഡിസ്ട്രക്ടർ കോൾ ആവും. ഡിസ്ട്രക്ടർ കോൾ ആവുമ്പോഴോ നമ്മുടെ ഈ ഡിലീറ്റ് അറേ കോൾ ആവും. അപ്പോൾ ഇത് മാനുവലി ഡിലീറ്റും ആക്കും, നമ്മളിവിടെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് റൺ ചെയ്താലും കൺസ്ട്രക്ടർ കോൾഡ് വന്നു, നമ്മുടെ വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്തു, എന്നിട്ട് ഡിസ്ട്രക്ടർ കോൾ ചെയ്തു. അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡിൽ. ഈ എപ്പിസോഡിൽ ഇച്ചിരി ലെങ്ത് ഉള്ളതാണ്, ബട്ട് നമ്മൾ കംപ്ലീറ്റ് മെമ്മറി കവർ ചെയ്തു. ഗ്ലോബൽ മെമ്മറി, സ്റ്റാക്ക് മെമ്മറി, ഹീപ്പ് മെമ്മറി. അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.